പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മദ്രസയിലാണ്. മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ എന്ന പ്രദേശത്തെ ഒരു മദ്രസയിൽ ടി വി ഇൻസ്റ്റാളേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സോക്കി ബ്രാൻഡിലുള്ള ടൈസൺ സോഫ്റ്റ്വെയർ വരുന്ന LED 4K ടി വി ആണ്. ഈ ഒരു മാസം ഞാൻ കൂടുതലായും വർക്കിന് പോയത്, ഇൻസ്റ്റാളേഷന് പോയത് മദ്രസകളിലാണ്. മദ്രസ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഒരുവിധം മദ്രസകളിലെല്ലാം LED ടി വി സ്മാർട്ട് ടി വികൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡിലുള്ള ടി വികൾ ഇൻസ്റ്റാൾ ചെയ്തു. മദ്രസ അധ്യാപകൻ്റെ മൊബൈൽ ഫോണിലുള്ള ക്ലാസുകൾ LED ടി വിയിൽ പ്ലേ ചെയ്ത് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇൻസ്റ്റാളേഷന് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ വരുന്ന ടൈസൺ OS സോഫ്റ്റ്വെയർ വരുന്ന ടി വിയാണ്. ഇത് 1.5 GB റാമും 8 GB റോമും വരുന്ന ഒരു ടി വിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സോഫ്റ്റ്വെയർ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സാംസങ് TV പ്ലസ് സോഫ്റ്റ്വെയർ വരുന്ന സെയിം ടി വിയാണ്. നമ്മൾ സാംസങ് TV ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. ടൈസൺ OS എന്ന ഈ സോഫ്റ്റ്വെയർ വരുന്ന ടി വി നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ടി വിയുടെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം പൂർണ്ണ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു ടി വി വാങ്ങിക്കുമ്പോൾ സ്ഥാപനങ്ങളിലേക്കായാലും വീടുകളിലേക്കായാലും അതിൻ്റെ ക്വാളിറ്റി, അതിനുശേഷം നോക്കേണ്ടത് നമുക്ക് വാറണ്ടിയാണ്. ക്വാളിറ്റിയും വാറണ്ടിയും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബ്രാൻഡഡായും അൺബ്രാൻഡഡായും പുതിയ ടി വികൾ ഒരുപാട് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇത് ഒരു പുതിയ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടി വിയാണ് സോക്കി. ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഈ LED ടി വി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കവറിലാണ് സേഫായിട്ട് ഇതിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഡിസ്പ്ലേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പൗച്ചും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ കാണാം. ഇപ്പോൾ നമ്മൾ ടി വി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടി വി AC ടൈപ്പാണ്, AC കോഡാണ്, ഡയറക്റ്റ് കറണ്ട്. നമ്മൾ DC ടൈപ്പല്ല, AC കോഡ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ സാധാരണ വില കുറഞ്ഞ ടി വികളൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്ക്രൂ ആണ്. നമ്മൾ വാൾ മൗണ്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രൂ ചെയ്യുന്ന ഭാഗം മെറ്റൽ ടൈപ്പാണോ എന്ന് നോക്കുക. ഇത് മെറ്റൽ ടൈപ്പാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്കിത് വാൾ മൗണ്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഇൻപുട്ടും കാര്യങ്ങളും നോക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്നത് 2 USB ആണ്. അതിനുശേഷം വരുന്നത് TV പോർട്ട്, ആൻറ്റിന കണക്ട് ചെയ്യുന്നുള്ള പോർട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ വരുന്നത് HDMI 3. ഈ ടി വിയുടെ പ്രധാന ആകർഷണീയത 3 HDMI വരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള പോർട്ടുകൾ, ഇൻപുട്ടുകൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് 3 HDMI പോർട്ട് വരുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന് AC കോഡാണ് വരുന്നത്. ഡയറക്റ്റ് നമുക്ക് AC ആണ് വരുന്നത്. AC മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിജിറ്റൽ ഔട്ട്, ഓഡിയോ ഔട്ട് നമുക്കിതിൽ നിന്ന് എടുക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാം, ഒപ്റ്റിക്കൽ ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓഡിയോ ഔട്ട് എടുത്തുകൊണ്ട് ഹോം തിയേറ്ററിലേക്ക് ഡിജിറ്റൽ ഔട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അതിനുശേഷം വരുന്നത് AV ആണ്, ഓഡിയോ വീഡിയോ. നിങ്ങളുടെ സെറ്റോ ബോക്സ്, ഡിജിറ്റൽ സെറ്റോ ബോക്സ് അല്ല, പഴയ സെറ്റോ ബോക്സ് ആണെങ്കിലും AV കേബിൾ ഉപയോഗിച്ച് ഇതിൽ കണക്ട് ചെയ്യാം. അടുത്തതായി HDMI 1, HDMI 2, RJ45 നമുക്ക് ഡയറക്റ്റ് നെറ്റ് കണക്ട് ചെയ്യുന്നതിനുള്ള പോർട്ട്. ഇത്രയാണ് ഇതിൽ ഓപ്ഷൻസ് വരുന്നത്, ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഒരുവിധം നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന എല്ലാ പോർട്ടുകളും സൗകര്യങ്ങളും ഇതിലുണ്ട്. പ്രധാനമായും നമുക്ക് 3 HDMI, അതിനുശേഷം വരുന്നത് ഒപ്റ്റിക്കൽ കേബിൾ വഴി വരുന്ന ഡിജിറ്റൽ ഓഡിയോ ഔട്ട്. ഇനി നമുക്കിതിൻ്റെ സ്പീക്കറിൻ്റെ പ്രത്യേകതയൊന്ന് നോക്കാം. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുകൾ വരുന്നത് ശരിക്കും ഒരു ബാർ പോലെയാണ്. അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയും നല്ല രീതിയിൽ നമുക്കിത് ആസ്വദിക്കാൻ കഴിയും. ഇതിൻ്റെ ഈ ബാർ രീതിയിലാണ് ഇതിൻ്റെ സ്പീക്കറുകൾ, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുകൾ വരുന്നത്. പിന്നീട് വരുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്ത് സ്റ്റാൻഡ് ബൈ വരുന്നുണ്ട്. നമുക്ക് TV ഓൺ ചെയ്യാൻ വരുന്ന സ്റ്റാൻഡ് ബൈ ബട്ടൺ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന കിറ്റുകളൊക്കെ നോക്കാം. നമുക്ക് വാൾ മൗണ്ട് ചെയ്യുന്നതിനുള്ള കിറ്റ്, ക്ലാമ്പ്, TV വാളിൽ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ക്ലാമ്പ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് TV ടേബിളിൽ ഫിറ്റ് ചെയ്യാനുള്ള, ടോപ്പിൽ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈസിയായി TV ടേബിളിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പ് കൂടെ. ഇനി നമുക്ക് റിമോട്ട് നോക്കാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. സാംസങ് ബ്രാൻഡ് കമ്പനി കൊടുക്കുന്ന സെയിം രീതിയിലുള്ള റിമോട്ട് തന്നെയാണ്. ഇതിന് AAA ബാറ്ററിയാണ്, 2 AAA ബാറ്ററിയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. റിമോട്ട് ബാറ്ററി കൂടെ ഇതിന് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സോക്കി ബ്രാൻഡിൻ്റെ കൂടെ 2 ബാറ്ററി, AAA ബാറ്ററി അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ വരുന്ന ബാറ്ററി നമുക്ക് 1 വർഷത്തോളം ലൈഫ് കിട്ടുന്ന ഒരു ബാറ്ററിയാണ്.
ഇതിനുശേഷം നിങ്ങൾ ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോഴും 15 രൂപ നിരക്കിൽ വരുന്ന ബാറ്ററി വാങ്ങിക്കുക. അതിൽ താഴെ 10 രൂപയ്ക്കൊക്കെ താഴെ ബാറ്ററി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ലൈഫ് കിട്ടുകയില്ല. നല്ല ബാറ്ററി, AAA ബാറ്ററി വാങ്ങി ഉപയോഗിച്ചാൽ നമുക്ക് 1 വർഷത്തോളം ലൈഫ് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വാറണ്ടി കാർഡ് ഒന്ന് പരിശോധിക്കാം. വാറണ്ടി കാർഡിന് താഴെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാറണ്ടി കാർഡിൽ തന്നെയാണ് ഇതിൻ്റെ 3 വർഷ വാറണ്ടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് TV ഇൻസ്റ്റാളേഷന് ശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളതിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടോ, ടെക്നീഷ്യൻ ഡേറ്റ് എഴുതിയിട്ടുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മദ്രസയിലെ TV വാൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയെല്ലാം നോക്കാം. സോഫ്റ്റ്വെയർ നോക്കാം. നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ സ്ക്രീനാണ് വരുന്നത്. സാംസങ് ടൈസൻ്റെ ഈ സ്ക്രീനാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻക്ലൂഡഡ് ആണ്. ഇത് നമുക്ക് നെറ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ മദ്രസയിലെ അധ്യാപകൻ്റെ തന്നെ ഫോണിലെ ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ആണ് വൈഫൈ കണക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വീട്ടിലും മറ്റു ഓഫീസുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാം. മൊബൈൽ ഫോണോ ഹോട്ട്സ്പോട്ടോ എടുത്തും ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് അവിടെ ഡിസ്കണക്റ്റ് ആയി ഇരിക്കുന്നത് കാണാം. നെറ്റ്വർക്ക് എടുത്തതിന് ശേഷം നമുക്ക് കണക്റ്റിൽ ഓക്കെ അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള വയർലെസ് കണക്ഷൻ നമുക്ക് വൈഫൈ ഏതെല്ലാം അവിടെ ഓണായിരിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓണാക്കിയിട്ട ഹോട്ട്സ്പോട്ട് വൈഫൈ സെലക്ട് ചെയ്തതിന് ശേഷം പാസ്വേഡ് അമർത്തുക. പാസ്വേഡ് കൃത്യമായ രീതിയിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കണക്ഷൻ കണക്റ്റഡ് ടിക്ക് കാണിക്കും. ഇങ്ങനെ ടിക്ക് കാണിച്ചാൽ നമുക്ക് നെറ്റ് കണക്ഷൻ റെഡിയായി എന്ന് മനസ്സിലാക്കാം, നെറ്റ് കണക്റ്റായി എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ആസ് എ ഗസ്റ്റ് ഓപ്പൺ ചെയ്യാം. അല്ലാതെ നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് യൂട്യൂബ് കാണാം. അല്ലാതെ വാച്ച് ആസ് എ ഗസ്റ്റ് എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് തൽക്കാലം യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളത് കാരണം മറ്റുള്ള വീഡിയോസുകളൊന്നും പ്ലേ ചെയ്യാൻ അനുവദിക്കുന്നില്ല യൂട്യൂബ്. അതുകൊണ്ട് നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് യൂട്യൂബിൽ തന്നെ സെറ്റിങ്സിൽ പോയി നമുക്ക് 1080 പിക്സൽ വരുന്ന 1080p പിക്ചർ ക്വാളിറ്റിയിൽ വരുന്ന ഫയലൊന്ന് എടുത്ത് നോക്കാം. ഇതിൽ HD ക്വാളിറ്റിയിലുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 4K, ഇതൊരു 4K TV ആണ്. അപ്പോൾ 4K വീഡിയോയും നമുക്ക് വീഡിയോ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ റിമോട്ടിൽ ഓക്കെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലൊരു ബാർ വരും. അതിനുശേഷം അതിൽ സെറ്റിങ്സിൽ നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇതുപോലെ 1080 പിക്ചർ ക്വാളിറ്റിയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ HD ക്വാളിറ്റിയിലൊക്കെ പിക്ചർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ ആണെങ്കിൽ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. വൈഫൈ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1080 പിക്ചർ ക്വാളിറ്റിയിൽ തന്നെ അതെപ്പോഴും സെലക്ട് ചെയ്യുക. അതിന് താഴെയുള്ള ഏത് ക്വാളിറ്റിയും നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ പിക്ചറിൽ മാറ്റം വരുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ വോളിയം ബട്ടൺ ഒരു ബട്ടണേ ലഭ്യമാവുന്നുള്ളൂ. ഇതിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. വോളിയം ബട്ടൺ മുകളിലേക്ക് അമർത്തി കഴിഞ്ഞാൽ വോളിയം പ്ലസും താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ മൈനസും ആണ് വരുന്നത് ഈ സോഫ്റ്റ്വെയറിൽ. ഇനി നമുക്ക് സ്ഫടികം സിനിമ 4K ട്രെയിലർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലെ 1080ൻ്റെ മുകളിലേക്ക് വരുന്നത് 2160 4K ക്വാളിറ്റിയിലുള്ള വീഡിയോ ആണിപ്പോൾ ഞാൻ പ്ലേ ചെയ്തിരിക്കുന്നത്. HDയുടെ ഇരട്ടി ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ലൊരു പിക്ചർ ക്ലാരിറ്റിയാണ് ഇതിന് വരുന്നത്. 4K ക്വാളിറ്റിക്ക് താഴെ 1440, 2160 താഴെ 1440 പിക്സൽ ക്ലാരിറ്റിയിലും നമുക്കിത് കാണാവുന്നതാണ്. 1080 HD ക്വാളിറ്റി തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ്. അതിൻ്റെ ഇരട്ടി 4K വീഡിയോസൊക്കെ നമുക്ക് പ്ലേ ചെയ്യിക്കണം. അതേ ക്ലാരിറ്റിയിൽ നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റിങ്സിൽ നമുക്ക് ഓപ്ഷൻ ക്ലാരിറ്റി മാറ്റാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് 4K വീഡിയോസുകൾ അവൈലബിൾ ആണ്. HD ക്വാളിറ്റിയുള്ള ന്യൂസ് ചാനലുകളും മലയാള ന്യൂസ് ചാനലുകളും അതുപോലെ 4K വീഡിയോസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ വരുന്ന മറ്റു ഓപ്ഷൻസുകൾ നോക്കാം. ഓഡിയോ ഡിവൈസിൽ നമുക്ക് HDMI, ARC, ഒപ്റ്റിക്കൽ ഔട്ട്, USB, ബ്ലൂടൂത്ത്, HDMI, ട്രബിൾ ഷൂട്ടിംഗ്. അതുപോലെ വീഡിയോ ഡിവൈസിൽ HDMI, AV, HDMI, ട്രബിൾ ഷൂട്ടിംഗ്, സ്മാർട്ട് ഫോണ്, അതുപോലെ PC, ഇൻപുട്ട്, ഗെയിം കൺസോൾ, എക്സ്റ്റേണൽ സ്റ്റോറേജ്. ഇത്രയും ഓപ്ഷനുകളാണ് നമുക്കിതിൽ മറ്റ് ഓപ്ഷൻസായി വരുന്നത്. ഇതിൽ നമുക്ക് ഇനി
ഫോണ് കാസ്റ്റ് ചെയ്യാം. മൊബൈൽ ഫോണ് കാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ PC സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സ്ക്രീൻ ഷെയറിംഗ് ബ്രാക്കറ്റിൽ വയർലെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. സ്ക്രീൻ ഷെയറിംഗ് സെലക്ട് ചെയ്താൽ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കും ടൈസൺ സ്മാർട്ട് TV. ഇനി നമുക്ക് മൊബൈൽ ഫോണിൽ ഇത് സെറ്റിങ്സ് ചെയ്യണം. ഇതിന് മൊബൈൽ ഫോണിൽ നിന്നും വയർലെസ് വഴി വീഡിയോസ് അല്ലെങ്കിൽ സ്ക്രീൻ ഇതിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് മൊബൈൽ ഫോൺ എടുക്കുക. ഇപ്പോൾ ഒരുവിധം മൊബൈൽ ഫോണിലെല്ലാം ഈ സിസ്റ്റം അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് മിററിംഗ് സെലക്ട് ചെയ്യുക. വിവിധ മൊബൈൽ ഫോൺ കമ്പനികളിൽ ഇതിൽ സ്മാർട്ട് മിററിംഗ് അല്ലെങ്കിൽ മിറ കാസ്റ്റ് എന്നൊക്കെ കാണാം. ആ കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതിൽ നമുക്ക് ടൈസൺ സ്മാർട്ട് TV എന്ന മൊബൈൽ ഫോണിൽ കാണാം. ഇനി ഇത് അലോ ചോദിക്കുന്നുണ്ട്. അതിൽ ഓക്കെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ സ്ക്രീൻ TVയിലേക്ക് ഷെയർ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും, എന്തൊരു സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും, വീഡിയോസോ ഫോട്ടോസോ എന്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് മൊബൈൽ ഫോൺ TV സ്ക്രീനിൽ അതുപോലെ കാണാവുന്നതാണ്. നമുക്ക് വീഡിയോസൊക്കെ പ്ലേ ചെയ്യാം. ഈസിയായി കാസ്റ്റ് ചെയ്യാവുന്ന ഒരു രീതിയാണിത്. ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം കൂടിയാണ്. നമുക്ക് ഇതുപോലെ വെർട്ടിക്കലായി എടുത്ത വീഡിയോസ് അങ്ങനെയും, അല്ലാതെ ഹൊറിസോണ്ടലായി എടുത്ത വീഡിയോകൾ ഹൊറിസോണ്ടലായും കാണാവുന്നതാണ്. ഒരു LED TVയിൽ ഇതുപോലുള്ള സ്മാർട്ട് TVകളിൽ പ്രത്യേകിച്ചും നമുക്ക് 3 രീതിയിൽ ഇതിൽ ഇൻപുട്ടുകൾ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം. മറ്റൊന്ന് HDMIയോ AVയോ കൊടുത്ത് നമുക്ക് വീഡിയോകൾ പ്ലേ ചെയ്യാം. മറ്റൊന്ന് പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് വീഡിയോകൾ പ്ലേ ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലും ചെയ്യാം. ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ നമുക്ക് ഈസിയായി കാസ്റ്റ് ചെയ്യാനും വീഡിയോകൾ പ്ലേ ചെയ്യാനും ഉപകരിക്കുന്ന ഒരു TVയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഇതുപോലുള്ള 4K TVകൾ, LED സ്മാർട്ട് TVകൾ എല്ലാം നിലവിൽ അവൈലബിൾ ആണ്. ഈ TVയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഈ TV വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വീടുകളിലേക്ക് എത്തി ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതാണ്. നിലവിൽ മലപ്പുറം ജില്ലയിലെ എവിടെയാണെങ്കിലും ഞങ്ങൾ നേരിട്ട് എത്തി ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ എമൗണ്ട് നൽകിയാൽ മതിയാവും. മറ്റുള്ള ജില്ലകളിലേക്ക് ഉടൻ തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് എത്തുന്നതാണ്. നിലവിൽ 32 സൈസ് മുതൽ 32 ഇഞ്ച് മുതൽ 43, 4K, 50, 55 എന്നിങ്ങനെ വിവിധ സൈസിലുള്ള TVകൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ TV ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ഈ TV വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. 24 മണിക്കൂറിനുള്ളിൽ 3 വർഷം വാറണ്ടിയുള്ള ഈ 4K TVകൾ നിങ്ങളുടെ അരികിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.